ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 8, ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാന്റെ തിരുനാൾ. പോർച്ചുഗലിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ദരിദ്രരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ച യോഹന്നാൻ കാസ്റ്റലിൽ ഒരു പ്രഭുവിൻ്റെ കീഴിൽ ഒരു ആട്ടിടയനായി ജോലി നോക്കി വരുമ്പോൾ 1522 പ്രഭുവിൻ്റെ കാലാൾപ്പടയിൽ ചേർന്ന് ഫ്രഞ്ചുകാരും സ്പെയിൻകാരും തമ്മിൽ നടന്ന യുദ്ധത്തിലും ഹംഗറി ടർക്കിക്കെതിരെ നടത്തിയ യുദ്ധത്തിലും യോഹന്നാൻ പങ്കെടുത്തു. യുദ്ധം കഴിഞ്ഞ് സൈന്യത്തെ പ്രഭു പിരിച്ചുവിട്ടപ്പോൾ യോഹന്നാൻ സെവീലിലെ പ്രഭുവിൻ്റെ കീഴിൽ ആട്ടിടയനായി. 40 വയസ്സ് പ്രായമായപ്പോൾ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന തെറ്റുകളെ ഓർത്ത് സങ്കടത്തോടെ രാവും പകലും പ്രാർത്ഥനയിലും ആശാ നിഗ്രഹങ്ങളിലും ചെലവഴിച്ചു. എന്നിട്ടും പ്രായച്ചിത്തത്തിൽ തൃപ്തനാകാതെ ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ ജിബ്രാൾട്ടറിൽ വച്ച് കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തെ കൂലിപ്പണി ചെയ്ത് സംരക്ഷിച്ചു. പിന്നീട് പുസ്തക വിൽപ്പനശാല നടത്തി. ഗ്രാനഡിൽ വച്ച് ആവിലായിലെ വിശുദ്ധ യോഹന്നാന്റെ ഒരു പ്രസംഗം കേട്ട് അനുതാപ ഭരിതനായി ദേവാലയത്തിൽ വച്ചു തന്നെ ഉറക്കെ നിലവിളിച്ചു. ഒരു ഭ്രാന്തനെ പോലെ തെരുവിലൂടെ നടന്ന് പാപപരിഹാരം ചെയ്തുകൊണ്ടിരുന്നു. ആവിലായിലെ വിശുദ്ധ യോഹന്നാന്റെ അടുക്കൽ ഒരു കുംഭസാരം നടത്തി. അദ്ദേഹത്തിന് 43 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭ്രാന്തനാണെന്നു കരുതി ഭ്രാന്താലയത്തിൽ താമസിപ്പിച്ചു. ഭ്രാന്താലയത്തിൽ നിന്ന് പോന്ന ശേഷം വിറക് വിൽപ്പന നടത്തി കിട്ടിയ സമ്പാദ്യം കൊണ്ട് അഗതികളെ സംരക്ഷിച്ചു പോന്നു. ഒരിക്കൽ തൻ്റെ ആശുപത്രിക്ക് തീ പിടിച്ചപ്പോൾ തീയിൽ കൂടി കടന്നു ചെന്ന് രോഗികളെ തോളിൽ വഹിച്ചു രക്ഷപ്പെടുത്തി. യോഹന്നാന്റെ ശരീരം ഒട്ടും തീയേറ്റ് പൊള്ളിയില്ല. കഠിനമായ അധ്വാനത്തിൽ ക്ഷീണിതനായി 55-ാമത്തെ വയസ്സിൽ യോഹന്നാൻ നിര്യാതനായി. 1690 9-ാം അലക്സാണ്ടർ മാർപ്പാപ്പ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. എളിമയും ഉപവിയും നിറഞ്ഞ ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാനെ പാപികൾ ഞങ്ങൾക്കു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ
കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.